എന്റെ ചുണ്ട് മുഴുവൻ മുറിവാണ്, അതൊന്ന് കാണിച്ചതാ. അപ്പോഴേക്കും വന്നു രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞുകൊണ്ട്. കണ്ടാസ്വദിച്ചവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആസ്വദിച്ചവൻ ലീക്കാക്കി എന്നാണ് രേണു തന്നെ പറയുന്നത്. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്കായതിന് പിന്നാലെ അതിന്റെ പ്രതികരണമായി രേണുസുധി താൻ ലൈവ് പോയ വീഡിയോയാണ് ആരോ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിച്ചതെന്നും വ്യക്തിപരമായി ആർക്കും അയച്ചുകൊടുത്ത വീഡിയോ അല്ല ഇതെന്നും രേണുസുധി വെളിപ്പെടുത്തി. രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇതൊക്കെ പുറത്തുവിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. ഞാൻ ആർക്കും പേഴ്സണലി ചാറ്റ് ചെയ്ത് വീഡിയോ അയച്ചു കൊടുത്തതല്ല. ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഉച്ചയ്ക്ക് ലൈവ് പോയ വീഡിയോ ആണത്. ഒരുപാട് നാളായി ലൈവ് ചെയ്തിട്ട്, അതുകൊണ്ട് പോയതാണ്. ആ ലൈവ് പോയ വീഡിയോയാണ് ഇവന്മാർ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തുവിട്ടിരിക്കുന്നത്. അതേത് നാറികളാണെങ്കിലും ഇതൊക്കെയാണോ നിന്റെ പരിപാടി? എന്റെ ചുണ്ട് നിങ്ങൾ നോക്കൂ, ഇത് പൊട്ടിയിരിക്കുകയാണ്. അത് കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു. ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുന്നതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്. നീ എന്താ ഓർത്തത്? ഇനി ഞാൻ ലൈവ് പോകില്ലെന്നോ? ഞാൻ ഇനിയും ലൈവ് പോകും. നീ അത് വീണ്ടും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തുവിടറാ. രേണുസുധിയുടെ കടുത്ത വാക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. അതേസമയം ഈ വീഡിയോ പുറത്തായതോടെ വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം രേണു നേരിടുന്നത്. സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണ് രേണുവിന്റെ പുതിയ വീഡിയോ എന്ന് വിമർശകർ ഒന്നടങ്കം പറയുന്നു. ഇതിന് മുൻപും രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ കണ്ടന്റുകൾ ഇന്റർനെറ്റിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. 2000-ഓളം സബ്സ്ക്രൈബ്സ് ഉള്ള രേണുവിന്റെ ഒരു മാസത്തെ വരുമാനം 4 ലക്ഷം രൂപയാണത്രേ. 180 രൂപയാണ് രേണു സബ്സ്ക്രിപ്ഷൻ ചാർജായി ഈടാക്കുന്നത്. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.